നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഈസി ആയിട്ടൊരു പ്ലം കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അതിന് ഓറഞ്ച് ജ്യൂസിലാണ് ഡ്രൈ ഫ്രൂട്ട്സും ടൂട്ടി ഫ്രൂട്ടിയും ഒക്കെ സോക്ക് ചെയ്ത് വെക്കുന്നത്. ഞാനിവിടെ ആകെ ഡേറ്റ്സും റേസിൻസും ടൂട്ടി ഫ്രൂട്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. ഞാൻ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. ഈ ടൂട്ടി ഫ്രൂട്ടി ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആവശ്യമുള്ളവർക്ക് അത് നോക്കാം. പിന്നെ അതിലേക്ക് ഡേറ്റ്സും റേസിൻസും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു 2 മണിക്കൂർ ഞാൻ സോക്ക് ചെയ്ത് വെക്കാറുണ്ട്. ഇതിലേക്ക് ചെറീസ് അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചുവട് കട്ടിയുള്ള പാത്രം എടുത്തിട്ട് അത് ചൂടാക്കി അതിലേക്ക് 1/2 കപ്പ് ഷുഗർ ഇട്ട് തീ നന്നായി കുറച്ച് വെച്ചിട്ട് നമുക്ക് ഷുഗർ മെൽറ്റ് ചെയ്തെടുക്കണം. ഇത് നല്ല ഒരു കാരമലൈസ് ചെയ്തെടുക്കാം. ഒരു അത്യാവശ്യം ബ്രൗൺ കളർ ആവണം. വല്ലാതെ കാർത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കേക്കിന് കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ബ്രൗൺ ആയി പോകരുത്. അപ്പോൾ അത്യാവശ്യം മെൽറ്റായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1 കപ്പ് ചൂടുള്ള വെള്ളം, അതായത് തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. ഇത് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുറച്ചിങ്ങോട്ട് മാറി നിന്നിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മുടെ ദേഹത്തേക്ക് ഇത് തെറിക്കും. അപ്പം ഞാൻ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തിട്ട് കുറച്ചിങ്ങോട്ട് നീങ്ങി നിന്നിട്ടാണ് ഒഴിച്ചു കൊടുക്കാറ്. ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കട്ടി പോലെയാവും, പിന്നെ പെട്ടെന്ന് അത് ശരിയായിക്കോളും. എന്നിട്ട് ഈ കുറഞ്ഞ തീയിൽ വെച്ച് തന്നെ ഈ 1 കപ്പ് വെള്ളം ഒഴിച്ചത് നമ്മൾ 1/2 കപ്പാക്കി കുറുക്കിയെടുക്കണം. അതിനുശേഷം അത് നന്നായി തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ കറാമ്പട്ട പൗഡർ, 1/4 ടീസ്പൂൺ ജാതിക്കാപ്പൊടി. ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വയ്ക്കുക. ഇതിലേക്ക് നമുക്ക് ക്ലോവും കൂടെ വേണം. പക്ഷേ ഞാൻ ആ ക്ലോവ് പഞ്ചസാരയുടെ കൂടെയാണ് പൊടിച്ചെടുക്കുന്നത്. കാരണം ക്ലോവ് കുറേ പൊടിക്കണം, കുറച്ചൊന്നും പൊടിച്ചാലും മിക്സിയിൽ പൊടിയില്ല. അതുകൊണ്ട് ഞാൻ 1/2 കപ്പ് ഷുഗറിൻ്റെ കൂടെ 2 ക്ലോവും കൂടെ ഇട്ട് പൊടിച്ചെടുത്തു. ഞാൻ 1/2 കപ്പ് ഷുഗറാണ് എടുത്തത്. മധുരം കൂടുതൽ വേണ്ടവർക്ക് അതിൽ കൂടുതൽ എടുക്കാം. ഞാൻ കുറച്ച് മധുരം കേക്കിന് ഇട്ടിട്ടുള്ളൂ. പിന്നെ നമുക്ക് മൈദ 1/2 കപ്പ് മൈദ വേണം. 1/2 കപ്പ് മൈദയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഞാൻ ചേർക്കുന്നത്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗരം മസാല കൂട്ടില്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് അരിച്ചെടുക്കണം. ഞാനിത് 3 പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കാറുണ്ട്. അപ്പോഴാണ് ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെയൊക്കെ ഒന്ന് അതിൽ ആ പൊടിയിലൊക്കെ ഒന്ന് മിക്സായിട്ട് വരുള്ളൂ. നമ്മളിത് അരിച്ചെടുക്കുമ്പോൾ നമ്മൾ ഏലക്കയുടെയും കറാമ്പട്ടേൻ്റെ ഒക്കെ ആ പൊടിച്ചതിൻ്റെ ചെറിയ തരി ഉണ്ടാകും. അപ്പോൾ അത് നമുക്ക് അങ്ങോട്ട് കളയാം. എന്നിട്ട് അത് മാറ്റി വയ്ക്കാം. 3 പ്രാവശ്യം അരിച്ചതിന് ശേഷം മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് മുട്ട വേണം. 3 മുട്ടയാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് യൂസ് ചെയ്യരുത്. നമ്മൾ റൂം ടെമ്പറേച്ചറിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം വേണം മുട്ട യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നല്ല തണുത്ത മുട്ട യൂസ് ചെയ്യരുത്. അപ്പോൾ അതിൻ്റെ വൈറ്റും യെല്ലോയും 2 പാത്രത്തിലാക്കി വയ്ക്കുക. അതിന് ശേഷം നമുക്ക് വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. എഗ് വൈറ്റ് ചെറിയ സ്പീഡിൽ തുടങ്ങി കുറച്ച് നല്ല സ്പീഡ് വരെ ആക്കിയിട്ട് എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 3 എഗ്ഗിൻ്റെ യെല്ലോ ഇല്ലേ, അതും ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രവും സ്പൂണും എല്ലാം തീരെ നനവില്ലാത്തതായിരിക്കണം. ഈ എഗ് യെല്ലോ ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഈ പഞ്ചസാരയിൽ നമ്മൾ ക്ലോവും കൂടെ ഇട്ടിട്ടാണ് പൊടിച്ചെടുത്തത്. ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. മധുരം കൂടുതൽ വേണ്ടവർക്ക് 3/4 കപ്പ് പഞ്ചസാരയൊക്കെ എടുക്കാം. അത് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 3/4 കപ്പ് കുക്കിംഗ് ഓയിലും കൂടെ വേണം. കുക്കിംഗ് ഓയിൽ പറഞ്ഞാൽ വെളിച്ചെണ്ണ നമ്മൾ ചേർക്കരുത്, കുക്കിംഗ് ഓയിൽ തന്നെ ചേർക്കണം. അപ്പോൾ അല്ലെങ്കിൽ വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് വരും കേക്കിന്. അപ്പോൾ കുക്കിംഗ് ഓയിൽ 3/4 കപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി
ഗ്രേറ്റ് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്ത് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഓറഞ്ചിൻ്റെ ആ തൊലിൻ്റെ ഉള്ളിലൊരു വൈറ്റ് കളർ ഉണ്ടാവും. ആ വൈറ്റ് കളറ് പെടാതെ വേണം നമ്മൾ ചേർത്തിയെടുക്കാൻ. അത് വന്നിട്ടുണ്ടെങ്കിൽ കഴിക്കും, നല്ല കയ്പ്പ് വരും കേക്കിന്. അതുകൊണ്ട് അതില്ലാതെ വേണം ചേർക്കാൻ. പിന്നെ നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ അത് ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് കാരമലൈസ് ചെയ്ത ഇതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് നന്നായി തണുത്തതിന് ശേഷം മാത്രമാണ് ചേർത്ത് കൊടുക്കുക, ചൂടോട് കൂടെ ചേർക്കരുത്. അതുകൊണ്ടാണ് നമ്മളത് ആദ്യമേ ഉണ്ടാക്കി വയ്ക്കുന്നത്. അതും ഇട്ട് ഒഴിച്ചും നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മൈദപ്പൊടിയും ബേക്കിംഗ് സോഡയൊക്കെ കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുവരെ ബീറ്റർ യൂസ് ചെയ്യുക. നമ്മളിനി പൊടി യൂസ് ചെയ്യുമ്പോൾ, പൊടിയൊക്കെ മിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുമ്പോൾ ബീറ്റർ യൂസ് ചെയ്യരുത്. ഒരു സ്പാച്ചിലയോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു തവിയോ കൊണ്ട് ഫോൾഡ് ചെയ്ത് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ. നല്ല സ്പീഡിൽ കുത്തി ഇളക്കിയെടുക്കൊന്നും ചെയ്യരുത്. ജസ്റ്റ് ഫോൾഡ് ചെയ്ത് വേണം ഈ പൊടി മുഴുവനും ഇതിൽ മിക്സ് ചെയ്തെടുക്കാൻ. അതേപോലെ ഒന്നിച്ചിട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യാനും പാടില്ല. കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് കുറച്ച് മൈദയിലൊന്ന് കുഴച്ചിട്ടാക്കി കൊടുത്താലും ഇതിലിട്ട് കൊടുത്തു കഴിഞ്ഞാലും അത് കേക്കിൽ പൊങ്ങി തന്നെ നിൽക്കും. ചിലപ്പോൾ താഴ്ന്നു പോവും, ചിലപ്പോൾ പൊങ്ങി നിൽക്കും. അപ്പോൾ മൈദയിൽ കുഴച്ചിട്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഞാനങ്ങനെ മൈദയിലൊന്നും കുഴക്കാതെയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. പിന്നെ നമുക്ക് എഗ് വൈറ്റ് ഇല്ലേ, നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച, അതും ഇങ്ങനെ കുറേശ്ശെ അതിൻ്റെ പത പോവാതെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ശരിക്കും ശ്രദ്ധിച്ച് ഫോൾഡ് ചെയ്യണം. സ്പീഡിലൊന്നും ചെയ്യരുത്, ക്ഷമയോട് കൂടെ തന്നെ ചെയ്യുക. കാരണം ആ എഗ്ഗിൻ്റെ ആ പത പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്കിന് സോഫ്റ്റ്നെസ് കുറയും. അപ്പോൾ അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ച് പതുക്കെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു കുക്കർ ചൂടാക്കി വെക്കുക. അത് നേരത്തെ ഒന്ന് ചൂടാക്കി വെക്കണം. അതിലേക്ക് ഞാൻ സാധാരണ ഉപ്പും മണലും ഒക്കെ ഇട്ടിട്ടൊക്കെ ആൾക്കാർ ചെയ്യാറുണ്ട്. ഞാനിവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ചെറിയൊരു പാത്രം അടിയിൽ വെച്ചിട്ട് കുക്കർ ചൂടാക്കിയെടുത്തു. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ഉണ്ടാക്കുന്നത് അതിൽ കുറച്ച് ഓയിൽ തടവിയിട്ട്, ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ കുറച്ച് ഓയിൽ തടവി കുറച്ച് മൈദ കൂടെ തൂകിയിട്ട് നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, ഒരു പകുതി ഒഴിച്ചു കൊടുത്താൽ മതി. അതിന് ശേഷം ഇതേപോലെ നമ്മൾ 1 കിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിലുള്ള എയർ ബബിൾസൊക്കെ അങ്ങോട്ട് പോവും. എന്നിട്ട് ഒന്ന് തട്ടി നമുക്കൊന്ന് വയ്ക്കാം. ഇതിൽ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇതിൽ പകുതി ഞാൻ ഓവനിലും വെച്ചിട്ടുണ്ട്, ഇത് ഞാൻ കുക്കറിലും വെച്ചിട്ടുണ്ട്. ഇത് നന്നായി തീ കുറച്ച് ഒരു 55 മിനിറ്റോളം തന്നെ വേണം ഇത് കുക്കറിൽ വെന്തെടുക്കാൻ. എന്നിട്ട് നമുക്ക് ഇത് വെന്തോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്യൂർ വെച്ചിട്ട് നോക്കാം. അപ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നെങ്കിൽ കേക്ക് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ കുക്കറിൽ നിന്ന് അപ്പം തന്നെ മാറ്റി വെക്കണം. മാറ്റി പുറത്ത് വെച്ച് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ പാത്രത്തിൽ നിന്ന് നമുക്ക് കേക്ക് ഇളക്കിയെടുക്കാം. ഒരു പ്ലേറ്റ് മുകളിൽ വെച്ച് മറിച്ച് കൊടുക്കുക. ഞാനിത് രാത്രിയിലാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് ഞാനത് വെച്ചിട്ട് രാവിലെയാണ് ഞാനിത് പാത്രത്തിൽ നിന്ന് മാറ്റിയത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈസിയാണ് ഉണ്ടാക്കാൻ, നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാം. അപ്പം കുക്കറിലാണെങ്കിലും ഉണ്ടാക്കാം, ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ അതേപോലെ വൈൻ വേണം, അങ്ങനെയൊന്നും നിർബന്ധമില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.